ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് നിർവ്വാണം ഉണ്ടാക്കിയാലോ? വാ പോവാം. കരിമീൻ നന്നായി വരഞ്ഞ് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒരു കല്ലിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാം. രണ്ടു പുറവും ഒരു പകുതി ഒന്ന് ഗ്രില്ലാക്കി എടുക്കണേ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു വാഴയില ഇറക്കി വയ്ക്കാം. ഈ വാഴയില നന്നായിട്ടൊന്ന് ചൂടായി വരും. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് മീൻ വെച്ച് കൊടുക്കാം. വാഴയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ വന്ന് ഇതിലേക്ക് മൊരിയാനായിട്ട് ഇടയാക്കിക്കൊള്ളും. അപ്പോൾ നമ്മൾ പാനിലേക്ക് മീൻ ഇറക്കി വെച്ച് ഇനി ഒരു മീഡിയം ഫ്ലെയിം മതി. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ആ മീനൊന്ന് നേക്കൊന്ന് മൂടിക്കിടക്കത്തക്ക വിധത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മീനിൽ കിടന്നാണ് ഈ മീനിൻ്റെ ബാക്കി വേവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മീനിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കുന്നില്ല. മീനിൽ ചേർത്ത മസാലയല്ലാതെ വേറൊന്നും നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ നീളത്തിൽ കീറിയ ഇഞ്ചിയും, രണ്ടായിട്ട് പിളർന്ന 2-3 പച്ചമുളകും, അല്പം 2-3 കീറ് മാങ്ങ, ചെറുതായിട്ട് കീറിയ മാങ്ങയും കറിവേപ്പിലയുമാണ്. വേറെ ഒന്നും നമ്മളിതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. വലിയ സ്പൈസസ് ഒന്നും ഇല്ലാതെ തന്നെ ആ മീനിൻ്റെ ശരിക്കുള്ള രുചി നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അതാണ് ഫിഷ് നിർവ്വാണയുടെ പ്രത്യേകത. സാധാരണ നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ച് കരിമീനൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് സ്പൈസസ് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് യാതൊരു സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഒരേ ഒരു സ്പൈസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, കുരുമുളക്. 2-3 കുരുമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഏറ്റവും സ്പൈസസ് കുറവായിട്ടുള്ള ഒരു ഫുഡാണ് ഇതിങ്ങനെ. സാവധാനം നമ്മളൊരു ലോ ഫ്ലെയിമാണല്ലോ വെച്ചിരിക്കുന്നത്, മീഡിയം ടു ലോ ഫ്ലെയിം. തീരെ ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ കറി റെഡിയാവും. ഏറ്റവും സിമ്പിളാണ്, പക്ഷേ രുചിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. അത്രമാത്രം ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി. മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്, വളരെ രുചിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് വളരെ ഒരു സന്തോഷത്തോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ഡെലീഷ്യസായ നമ്മുടെ ഫിഷ് നിർവ്വാണം. നമ്മുടെ മീൻ കുക്കായി കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ മീൻ നമ്മുടെ വീട്ടിൽ കിട്ടിക്കഴിയുമ്പോൾ, ഇത് കരിമീൻ വെച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നെയ്മീൻ വെച്ചോ അതുപോലെ ഐക്കൂറ വെച്ചോ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ മീൻ കറി വയ്ക്കാം, ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ മറ്റേ നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിത് ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വെള്ളയപ്പവും നമ്മുടെ ഫിഷ് നിർവ്വാണയുമാണ്. നമ്മൾ ഡിന്നറിനാണ് ഇത് സെർവ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.